അവസാനത്തെ മനുഷ്യനാണ് ആദം. ആദമാണ് രാജാവ്. ഈ കൊച്ചുകുട്ടി എന്ന് പറയുന്ന ആദമാണ്. ആദം വന്നിട്ട് ഇവിടെ പാമ്പേഴ്സ് ഇട്ട ഒരു കുട്ടിയോടെ ഭരിക്കും. ആ കുട്ടി സിംഹത്തിന്റെ തലോടും പാമ്പുകളുടെ മാളത്തിൽ കൈയിടും. പിന്നെ അതുപോലെ സദ്വാർത്ത എല്ലാ ജീവജാലങ്ങളോടും പറയണം. ഒരു ഉറുമ്പിനോട് പോലും പറയണം സദ്വാർത്ത. കർത്താവ് വന്നു, ഇപ്പൊ ഉടനെ വരും എന്നൊക്കെ ഉള്ളത് പറയണം. പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമി അവിടെ ഉണ്ട്. പിന്നെ ഒരിതുണ്ട്, അതായത് ഏതൊരു താഴ്വര, അതുപോലെ തന്നെ ഒരു ആറ്, ഒരു നദി കർത്താവിന്റെ വാസസ്ഥലത്തോടെ ഒഴുകുന്നു എന്നുള്ളത്. അപ്പൊ സാറ് പറഞ്ഞേക്കുന്നത് ആ സിയോന്റെ അടിയില് ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തി ഒരു നദി ഇതിന്റെ അടിയിൽ കൂടെ ഒഴുകുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയിട്ടുണ്ടെന്ന് സാറ് പറഞ്ഞു. ഒരു നദി, അതായത് ഇവ ഇരിക്കുന്ന കൂടാരത്തിന്റെ അടിയിലൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ ഈ മലയിലും ആ മലയിലും അല്ല, ഒരു മലയിൽ കർത്താവിനെ ആരാധിക്കുന്ന ദിനം വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു മലയാണ്. ഒരു മലയുടെ മുകളിലാണ് ഈ സിയോൻ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ബൈബിളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അത് കുഴിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അടിഭാഗത്ത് മലയാണെന്നാണ് സാറ് പറഞ്ഞേക്കുന്നത്. നമുക്ക് തോന്നുന്നു ഇതൊരു സാധാരണ സ്ഥലമല്ലേന്ന്. പക്ഷെ ഇത് പക്ഷികളുടെ താഴ്വരയാണ്. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് പറഞ്ഞേക്കുന്ന എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ ഇവിടെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ കുറച്ച് താഴ്ന്ന സ്ഥലമാണ് ഈ പറയുന്ന മുരിയാട് എന്ന് പറയുന്ന സ്ഥലം. ആ ഒരു പാടശേഖരം കുറച്ചുകൂടി താഴ്ന്ന സ്ഥലമാണ്. നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ്, പക്ഷെ ഇതൊരു മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അടിയിലോട്ട് ഒന്ന് ആഴത്തിൽ കുഴിച്ചു പോയാല് ഒരു മലയാണ്, മലയുടെ മുകളിലാണ് ഇതിരിക്കുന്നത്. ഈ മല പൊങ്ങിപ്പോവും, ഈ മല എടുത്തോണ്ട് പോകും കർത്താവ്. ഈ മലയുടെ മുകളിൽ ഈ സിയോൻ വരും. ഈ സിയോൻ വരുമ്പോഴത്തേക്ക് സകല മനുഷ്യരും അത് കാണും. അങ്ങോട്ടേക്ക് നമുക്ക് മൂരികളുടെ നാടാണ് മുരിയാട്. അതും വചനത്തിലുള്ള ഒരു മൂരികളുടെ നാടെന്ന് ഏതോ ഒരു സങ്കീർത്തനത്തിലുള്ളതാണ്. സങ്കീർത്തനത്തിലൊരു കൊട്ടേഷനാണ്. മൂരികളുടെ നാടെന്നോ മുരിയാടെന്നോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വാക്ക് പോലും അങ്ങനെയായി. പിന്നെ ഇവര് താമസിക്കുന്നൊക്കെ ഒന്നിച്ചാണ്. അവിടെ വേറൊരാൾക്ക് പ്രവേശനമില്ല. പിതാവിന്റെ പേര് യേശു, പുത്രന്റെ പേര് ഇമ്മാനുവൽ, പരിശുദ്ധാത്മാവിന്റെ പേര് മെൽക്കിസദേക്ക്, മാതാവിന്റെ പേര് ജ്ഞാനം. ഓക്കെ, ഇതാണ് അവരുടെ ഒരു സംഭവം, ആ റൊട്ടീൻ. പിന്നെ ആരാധിക്കുന്നുണ്ട്, ജ്ഞാനമേ ആരാധന എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനകളുണ്ട്. അപ്പൊ മാതാവിനെ ആരാധിക്കുന്ന ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത് വെച്ചാല് ദൈവത്തിന് ജ്ഞാനമാണ്. അതെ, ഉപദേശിക്കുന്നതും ജ്ഞാനമാണ്. എന്നാൽ അമ്മ അത് എളിമയായിട്ട് പരിശുദ്ധ പിതാവിന്റെ പുത്രിയായിട്ട് ഇരിക്കുന്നു. പക്ഷെ പിതാവ് വരും, പുത്രൻ വരും, പരിശുദ്ധാത്മാവ് വരും. പിതാവും ഭൂമിയിലേക്ക് വരും എന്ന് പറയുന്നില്ലേ? പുത്രൻ മാത്രമല്ല. വരുന്നുണ്ട്. പിതാവ് വരുമ്പോഴാണ് ഈ ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നത്. ഇത് വലിയ സംഭവങ്ങളൊക്കെ നടക്കും. ഭൂകമ്പങ്ങൾ ഒരു സൈഡില്, യുദ്ധങ്ങൾ ഒരു സൈഡില്. പക്ഷെ സിയോന്റെ മക്കളെ ദൈവം കൂട്ടിച്ചേർക്കും. അതായത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന പറഞ്ഞേക്കുന്നത്. കൂട്ടിക്കൊണ്ടു പോണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വന്നാൽ പോരാ, നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ വന്നാലേ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. കൂട്ടിക്കൊണ്ടു പോകുന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്ത് വന്നിട്ടാ കൊണ്ടുപോകുന്നേ. അല്ല ഞാനിവിടെ നിൽക്കാൻ നീ അങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടു പോകലല്ല. അതായത് ദൈവം വരും. അപ്പൊ വലിയ സംഭവം ഇതുപോലെ വലിയ ഉന്മത്തിനെ പോലെ ആടി ഒളിഞ്ഞ് ഇങ്ങനെ സകലതും. അതായത് വിദ്യാഭ്യാസമുള്ള ആളുകളും അവിടെ ഉണ്ടോ? ഇതിനെ കുറിച്ചല്ല, അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ വിശ്വസിച്ച് അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്, നേഴ്സുമാരുണ്ട്. അവിടെ മലയാളം ബൈബിൾ അല്ലാതെ വേറെ ഇംഗ്ലീഷ് ബൈബിൾ ഒന്നും പരിശോധിക്കില്ല. ബൈബിൾ തന്നെയാണ്. അല്ല, ഒരു ഇംഗ്ലീഷ് വെർഷൻ പോലും അവർ പരിശോധിക്കില്ലേ? ഇല്ലില്ല. ഈ കൂട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ വാക്കുകള്, നമ്മള് മിക്ക വാക്കുകൾ ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങൾ മലയാളം POC ട്രാൻസ്ലേഷൻ ആണ്. ഇതിന്റെയൊക്കെ മറ്റു വെർഷൻസ് നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ, അതായത് ഒരു ഇംഗ്ലീഷോ ഓൾറെഡി നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ ആധുനിക സഭ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ്. അതാണ് സഭ, ബേസിക് സഭ. അവിടെ നിന്ന് പിരിഞ്ഞു പോയതാണ് എല്ലാം. പെന്തക്കോസ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിനകത്തുനിന്ന് പോയതാണ്. ബേസിക് സഭ ഇത് തന്നെയാണ്. പിന്നെ അരാജകത്വത്തിന്റെ മനുഷ്യൻ മാർപ്പാപ്പ ഏറ്റവും വലിയ സാത്താനിക് ഇതാണ്. അവിടെ പ്രത്യക്ഷപ്പെടും. എവിടെ വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത് പോപ്പിന്റെ ആലയമാണ് വിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് അരാജകത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടും. അതാണ് ആന്റി ക്രൈസ്റ്റ്.
അപ്പൊ മാർപ്പാപ്പയാണോ ആന്റി ക്രൈസ്റ്റ്? മാർപ്പാപ്പ ആന്റി ക്രിസ്റ്റ് എന്നല്ല. ആന്റി ക്രിസ്റ്റിന്റെ മാർപ്പാപ്പയുടെ സ്ഥാനം യെസ് ഓഫ് കോഴ്സ് മാർപ്പാപ്പ ആയിരിക്കാം. മാർപ്പാപ്പ തന്നെ ആന്റി ക്രൈസ്റ്റ് ആയിട്ട് വരും. അതായത് അവിടെ ആ സ്ഥാനത്ത് എന്താ പറയാ ആന്റി ക്രൈസ്റ്റ് വരും. അപ്പൊ അപ്പോഴും അവനും പറയുന്നത് ഞാൻ ക്രിസ്തുവാണെന്നാ പറയുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞിട്ടാണ് പോപ്പിന്റെ ആ ആലയത്തിൽ അരാജകത്തിന്റെ മനുഷ്യൻ വരുന്നത്. പിന്നെ അപ്പച്ചനും ഇമ്മാനുവേലിനുള്ളവരെല്ലാരും വന്നുകൊണ്ടിരിക്കും. അപ്പം എന്തുകൊണ്ടാണ് ആദ്യം വന്ന പോലെ ഇമ്മാനുവേൽ ഇപ്രാവശ്യം വരാത്തത്? അന്ന് കർത്താവ് ആദ്യം വന്ന സമയത്ത് എല്ലാവരും രാജകൊട്ടാരത്തിൽ അന്വേഷിച്ചപ്പോൾ അവൻ കാലിത്തൊഴുത്തി വന്നു. അതായത് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്താലേ, അതായത് എല്ലാവരും രക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുകൂടിയുണ്ട്. വിജാതീയരെയാണ് ഏറ്റവും കൂടുതലായിട്ട് സിയോണിലേക്ക് ക്ഷണിക്കുന്നത്. അവിടെ ഒരു വചനമുണ്ട്, എന്റെ മകന്റെ കല്യാണത്തിന് എല്ലാരും വിരുന്ന് വിളിച്ചു, ഒറ്റൊരാൾ വന്നില്ല. അപ്പൊ പിതാവായ ദൈവം ജാതിയുടെ ഇടയിലേക്ക് ഇറങ്ങി അവർക്ക് വിരുന്ന് കൊടുത്തു എന്നൊരു വചനമുണ്ട്. അപ്പം ഇവിടെ അതായത് ഇപ്പം ഇങ്ങനെ ഒരു പഠനം അവിടെ ഉണ്ടോ? ഇപ്പോ അവിടെ ഇപ്പോ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ കുടുംബജീവിതമൊക്കെ നയിക്കുന്നവര് വചനം മാംസമായി ധരിക്കും എന്ന് പറയും. അപ്പോ നിങ്ങളിൽ ചിലപ്പോ വിശുദ്ധന്മാർ ഓരോരുത്തര് പൗലോസോ പത്രോസോ അങ്ങനെയുള്ള ഓരോ വിശുദ്ധര് വന്നേക്കാമെന്നുള്ള. ഇല്ല, അതിനകത്ത് പഠിപ്പിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രോമാഞ്ചത്തിലാണ് കേൾക്കുന്നത്. അപ്പം എല്ലാ വിശുദ്ധരും വരും. അതായത് പത്രോസ് ഒന്നും വരുമെന്നല്ല, ഏലിയായും ഏലിയായും മോശയും ഏലിയായുമാണ് വരാൻ പോകുന്നത്. അതായത് രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് മോശയും ഏലിയായും. സംഭവം മാറി. ഇപ്പൊ 12 അപ്പോസ്തലന്മാർ, ഇപ്പൊ ഇന്നലെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന വീഡിയോയില് ഓഡിയോ കേട്ടറിയാം. ഇപ്പോഴത്തെ പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അപ്പോസ്തലന്മാരും വരുന്നു. പൊന്നാർ സാറ് മരിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ഇവിടെ പോയിട്ടുള്ള ആളാണ്. സാറിനോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം സാറ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയണത്. അല്ല, സാറ് പഠിപ്പിച്ചതിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിപ്പോ. അതായത് ബേസിക് അതൊക്കെ തന്നെ. സാറ് പഠിപ്പിച്ച സാധനം സാറെന്നല്ല, അങ്ങോര് അയാള് പഠിപ്പിച്ച സാധനം തന്നെ ബേസിക്. പക്ഷെ അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ പുള്ളി ശരിക്കും പറഞ്ഞ ഡ്രോയിങ് മാഷ് മാത്രമായിരുന്നു, അല്ലാതെ ഒരു സ്കൂൾ വാദ്യാരൊന്നുമല്ല. നമ്മളോട് അതായത് എന്താ പറയാ, ധൈര്യത്തോടെ ഇത് സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നു. എന്ത് വന്നാലും എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിനെ കുറിച്ച് മോശപ്പെടുത്തി ഒരു വാക്ക് പറയുന്നില്ല. ഇതാണ് ശരിക്കും കർത്താവിനെ കുറിച്ച് മോശപ്പെടുത്തി പറയുന്നത്. അതായത് ദൈവത്തെ മാറ്റി വേറെ എന്തിനെ അതിനെ സ്ഥാപിക്കുന്നു, അത് കർത്താവിനെ കുറിച്ച് മോശമാണ്. അപ്പൊ മാതാവിന് ദൈവത്തിന്റെ സ്ഥാനം കൊടുത്താൽ അത് കർത്താവിനെതിരാണ് യഥാർത്ഥത്തിൽ. ശരിയാണ്. ഈ ഒരു പഠനം, അതായത് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് ഇപ്പൊ അവര് പറഞ്ഞോണ്ടിരിക്കുന്നത്, ഇപ്പൊ ഈ സദ്വാർത്ത അറിയാത്ത ആരും ഈ കാര്യങ്ങൾ അറിയാത്ത ആരും രക്ഷ പ്രാപിക്കില്ല. അപ്പൊ അവരെല്ലാം വീണ്ടും വരണം. അപ്പൊ പത്രോസ് അടക്കം പൗലോസ് അടക്കം സകല അപ്പോസ്തലന്മാരും വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച് ഈ ഭൂമിയിൽ വന്ന് കാര്യങ്ങൾ അറിഞ്ഞ്, അതായത് ഈ സദ്വാർത്ത കേട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, രക്ഷ പ്രാപിക്കുന്നത്. അപ്പോ ആ പൂർണ്ണ രക്ഷയിലേക്ക് അവരും രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അവര് വീണ്ടും നിങ്ങളിൽ ജനിക്കുമെന്നുള്ളൊരു പഠനം അന്നത്തെ കാലത്ത് ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത്. അന്നത്തെ കാലത്തില്ല. അന്ന് ഈ ഏഷ്യയൊക്കെ വരുന്നത് ഇവരുടെ ഇടയിൽ തന്നെയാണെന്നുള്ളൊരു പഠനം ഉണ്ടോ? ഏഷ്യ, അതായത് ഇപ്പൊ സാറ് ചോദിച്ച കാര്യത്തിനുള്ള ആൻസർ ഞാൻ പറയാം. അതായത് അന്ന് ഞാൻ പഠിച്ചത്, അല്ലെ അന്ന് എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാല്, മണവാളൻ വരാൻ വൈകി. എന്താണ് കാരണം? ട്രാഫിക് ബ്ലോക്ക്. എന്താണ് ട്രാഫിക് ബ്ലോക്ക്? അതായത് കുട്ടികളെ നിയന്ത്രിച്ചു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ 2 കുട്ടികളെ പാടുള്ളൂ. അതുപോലെ വന്ധ്യംകരണങ്ങള്, അതുപോലെ ഗർഭനിരോധന സംഭവങ്ങളൊക്കെ ഇവിടെ വന്നു. അപ്പം അവസാനത്തെ മനുഷ്യനും ജനിച്ചു കഴിയുന്നുള്ളൊരു വചനമുണ്ട്. അവസാനത്തെ മനുഷ്യൻ ആദമാണ്. ഓക്കെ, അപ്പൊ ആ ആദം ജനിക്കാൻ വരുന്നുണ്ട്. ആദം ആരാണ്? യൂദയുടെ രാജാവാണ്. രാജാവ്. അതുപോലെ ദാവീദാണ്. ദാവീദ് തന്നെയാണ് ആദം. അപ്പം ഈ ആദം ലാസ്റ്റ് മനുഷ്യനാണ് ആദം. ഒരു കൊച്ചുകുട്ടി പാമ്പേഴ്സ് ഇട്ട് ഈ ഇവിടം ഭരിക്കും. ഒരു കൊച്ചുകുട്ടി എന്താ പറയാ, സിംഹത്തിന്റെ 24:28 ആദ്യ മനുഷ്യനും അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല, അവസാനത്തെ മനുഷ്യനും അവളുടെ ആകെ അളക്കുകയില്ല. അതെ, അവസാനത്തെ മനുഷ്യനാണ് ആദം. ആദമാണ് രാജാവ്. ഈ കൊച്ചുകുട്ടി എന്ന് പറയുന്ന ആദമാണ്. ആദം വന്നിട്ട് ഇവിടെ പാമ്പേഴ്സ് ഇട്ട ഒരു കുട്ടിയുടെ ഭരിക്കും.
ആ കുട്ടി സിംഹത്തിന്റെ തലോടും പാമ്പുകളുടെ മാളത്തിൽ കൈയിടും. അങ്ങനെ ഒരു വചനമുണ്ട്. അപ്പൊ ആ ഒരു കുട്ടിനെ അനുസരിച്ച്, അതായത് ജ്ഞാനവും വചനവും എല്ലാം ഇതായിട്ടുള്ള ഒരു രാജാവ് അവിടെ വരും. അത് ആദമാണ്. ആദം ജനിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കൊച്ചുകുട്ടി എന്ന് പറയുമ്പോ അവര് ജസ്റ്റ് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ പാമ്പേഴ്സ് ഇട്ട കുട്ടി ഭരിക്കുന്നു. അതുപോലെ കൊച്ചുകുട്ടികൾ സംസാരിക്കും. കൊച്ചുകുട്ടികളുടെ നാവില് വചനം വരും. അപ്പൊ അവിടെ ഒരു ഇതുണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടി, ഒരു വയസ്സുള്ള ഒരു കുട്ടി അങ്ങനെ പറഞ്ഞ ശരിയാണ് എന്നൊരു വാക്ക് പറഞ്ഞെന്ന്. അപ്പം അവിടെ ഭയങ്കര ഒരു കോളിലൊക്കെ ഉണ്ടായി. കണ്ടോ, കുട്ടികളുടെ നാവ് പരിശുദ്ധ അമ്മ തൊട്ടു, ജ്ഞാനം കിട്ടാൻ തുടങ്ങി എന്നുള്ള. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ കർത്താവ് വരാൻ വൈകി. അപ്പം അവസാനത്തെ മനുഷ്യനും വന്ന് അത് രാജാവായതിനു ശേഷമല്ലേ കർത്താവിന് വരാൻ പറ്റുള്ളൂ. ഏശയ്യ വന്നു. ഏശയ്യാണ് സാറ്. മോശ വന്നു. പിന്നെ ഏലിയ വന്നു. എല്ലാവരും വന്നു. അപ്പം മോശ വന്നത് എന്താണ്? ഈ എന്താ പറയാ, പരിശുദ്ധ അമ്മ ഈ കല്ലിൽ നിന്ന് മക്കളുണ്ടാകാൻ പറഞ്ഞ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു കല്ലിനോട് കൽപ്പിച്ചപ്പോഴാണ് മോശ ജനിച്ചതെന്നാ പറഞ്ഞത്. കല്ലിനോട് വചനം പറഞ്ഞ ആ കല്ലാണ് മോശയായി തീർന്നത്. കല്ലിൽ നിന്ന് മക്കളെ ജനിപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ കല്ലിൽ നിന്ന് ജനിച്ച ആളാണ് മോശ. മോശ എവിടെയുണ്ട്. അപ്പം ഈ ജനനങ്ങള് പിന്നെ എല്ലാ വിശുദ്ധരും ജനിച്ചതിന് ശേഷം അപ്പോസ്തലന്മാരൊക്കെ ഉണ്ടാവും, അത് പറഞ്ഞിട്ടില്ല അന്ന്. എല്ലാരും ജനിച്ചതിന് ശേഷം പിന്നീട് ജനിക്കുന്ന മക്കൾ മൊത്തവും ഈ സാത്താന്റെ മക്കളാണ്. അതായത് എന്താ ഒത്തിരി പറയുന്നുണ്ട് മൃഗഭോഗങ്ങളെ കുറിച്ച്. മനുഷ്യനെ അധപ്പതിച്ചു പോയല്ലോ. അപ്പൊ മനുഷ്യൻ ശരീരവും മനസ്സൊക്കെ അധപ്പതിച്ചു. അപ്പം ആത്മാവിനെ വർഷിക്കാതാവും. കർത്താവ് ആത്മാവിനെ വർഷിക്കാതാവുന്ന സമയത്ത് നിങ്ങൾക്ക് ജനിക്കുന്ന മക്കളിലെല്ലാം സാത്താന്റെ ആത്മാവ് കയറും. അപ്പൊ ആ സാത്താന്റെ ആത്മാവുള്ള മക്കളെല്ലാം അശുദ്ധിയുടെ മക്കളാണ്, സാത്താനിക്കാണ്. അവര് പിന്നെ സോദോം ഗൊമോറ പോലെ, സോദോം ഗൊമോറയെ കുറിച്ച് പറഞ്ഞില്ല, അതിലും പാവങ്ങൾ ചെയ്യുന്ന മക്കളായിരിക്കും ജനിക്കുന്നുണ്ടാവുക. കല്യാണം കഴിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പം മുതലേ ഉണ്ട്. അതായത് അതെ, എനിക്ക് മാരേജ് വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പോയത്. ഞാൻ എന്റെ മാരേജ് ആണെന്ന് സാറിനോട് എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു, നിനക്കറിയാലോ അവസാനത്തെ മനുഷ്യൻ ജനിക്കുന്നത് വരെ മക്കൾ ഉണ്ടാവാൻ പാടുള്ളൂ, അതിന് സമയം അടുത്തു, നീ കല്യാണം കഴിക്കാത്ത നല്ലതെന്ന് എന്നോട് പറഞ്ഞു. അതായത് കല്യാണം കഴിക്കണം ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ അതിനുള്ള സമയമായി, നീ കല്യാണം കഴിക്കാത്താണ് നല്ലതെന്നാണ് എന്നോട് പറഞ്ഞത്. സാറ് മരണമില്ലാത്ത ഒരാളാണ്, ഇമ്മാനുവേലിനെ സ്വീകരിക്കാൻ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന ആളാണെന്നാ പറഞ്ഞത്. സാറിന് പാസ്വേഡ് അറിയാം. ഒരു പാസ്വേഡിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ഇമ്മാനുവേലിന് ഒരു പാസ്വേഡ് അറിയാം. ആ സമയമാകുമ്പോൾ സാറ് പാസ്വേഡ് പറയും എല്ലാവരുടെ അടുത്തും. സാറാണ് ഈ മക്കളെല്ലാം ഒരുക്കി ഇതാ നിന്റെ മണവാട്ടി എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഇമ്മാനുവേലിന്റെ അടുത്ത് കൊടുക്കുന്നത് സാറാണ്. അത് ആ ഒരു സീനാണ് നമ്മുടെ സ്വപ്നം. കർത്താവ് വരും, അവിടെ വരുള്ളൂ. ഇതുപോലെ ഏത് നിമിഷം വേണം കാവൽക്കാര് ഉണ്ട് അവിടെ. അതായത് കാവൽക്കാര് ഉറക്കം തൂങ്ങാതെ കണ്ണ് തുറന്നിരിക്കണം. കാവൽക്കാര് എപ്പോ വേണേലും കർത്താവ് ആ ഗേറ്റ് കടന്ന് വരും. എന്തോ ഇവര് സിയോണിന്റെ മക്കൾ തന്നെയാണ് കാവൽക്കാര്. അത് വെച്ചാൽ അതൊരു ഓരോ നേർച്ചൊന്നുമില്ല, നമ്മളത് ഡെഡിക്കേഷനാണ്. കാവൽക്കാരനാവുന്നു, ഒരു ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നു, കർത്താവിന്റെ മുറ്റം തൂത്തുമായിരുന്നു. ഇതൊക്കെ അത് ദൈവത്തിന്റെ ആത്മാവുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശുശ്രൂഷയായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ പറയും സിയോൺ മക്കള് കയറിയിട്ടിറങ്ങുന്ന ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹം ഉണ്ട്. എന്നാൽ കർത്താവിനോട് അത്ര സ്നേഹം ഉണ്ടെന്നാണ്. അപ്പൊ ഓരോരുത്തരും കാവൽക്കാരനാവാൻ കൊതിക്കും. പക്ഷെ കാവൽക്കാർക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടായിട്ടുണ്ട് അവിടെ. കാവൽക്കാരനായി, കർത്താവിന്റെ കാവൽക്കാരനായിട്ട് ഞാനിരിക്കും, എനിക്ക് ആദ്യം കാണാലോ. അങ്ങനെ അപ്പൊ ഈ മക്കളെല്ലാം 1,44,000 നക്ഷത്രങ്ങളാണ്. 1,44,000 പേർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൻ്റെ അകത്തൊന്ന് അവിടെയും വേർതിരിവുകളുണ്ട്. അതായത് എപ്പോ വേണേലും നഷ്ടപ്പെടാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. വിശ്വാസ രാഹിത്യം അവസാന കാലത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ സിയോണിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. വചനം നടക്കണ്ടേ? അപ്പൊ ഇത് അടിയാണ് അതിന് പോകില്ല.
ആര് പോയാലും പോവില്ല. പിന്നെ നിങ്ങളുടെ ഇങ്ങനൊരു വചനമില്ലേ ചേട്ടാ, ഈ 10,000 വീണാലും എനിക്കൊന്നും സംഭവിക്കില്ല. അത് വിശ്വാസരാഹിത്യമാണ്. അതായത് എന്റെ ഇടതുള്ള ഒരു ചേട്ടൻ പോകും, അയാൾ അപ്പൊ ഞാനൊന്നും അതിശയിക്കാൻ പാടില്ല, ഞാനവിടെ ഉറച്ചു നിൽക്കണം. അപ്പൊ അത് നമുക്കുള്ള വലിയൊരു ടാസ്കാണ്. നമ്മള് എന്തെങ്കിലും ഒരിക്കലും ഇടർച്ച വന്നാൽ എന്ത് നിനക്ക് വിശ്വാസരാഹിത്യം സംഭവിക്കാൻ പോവാണോ? ഈ പൊന്നാറ മരിക്കില്ല എന്നായിരുന്നില്ലേ അവിടെ പറഞ്ഞോണ്ടിരുന്നേ? സാറ് മരിക്കില്ല എന്ന് സാറ് പറഞ്ഞിട്ടില്ല, പക്ഷെ സാറ് ഇമ്മാനുവലിനെ കൂട്ടാനായിട്ട് ഫ്രണ്ടിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അല്ല, ഇമ്മാനുവലിനെ കൂട്ടാൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ അപ്പൊ മരിക്കരുതല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തയും കൂടെ വരും. എന്ന് വെച്ചാല് ദൈവത്തിന് എന്ത് സാധ്യമാണല്ലോ. അപ്പം ഏശയ്യാ പ്രവാചകന്മാര് എല്ലാ പ്രവാചകന്മാരും ജനിക്കുമ്പോ ഒരുപക്ഷെ സാറ് മരിച്ചിട്ട് വീണ്ടും വന്നുകൂടാ എന്നില്ലല്ലോ. അപ്പൊ എത്ര പ്രാവശ്യം ജനിക്കും എന്നുള്ളത് ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കേട്ടോ, അതായത് സാർ ഒരിക്കൽ മരിച്ചതാണെന്നാണ് സാറ് പറയുന്നത്. എങ്ങനെ ഏശയ്യാ പ്രവാചകനായി, പക്ഷെ അത് പറയുന്ന കണ്ടുപിടിച്ച് വായിക്കുക, കർത്താവിന്റെ വചനത്തിൽ കണ്ടുപിടിച്ച് വായിക്കാന്ന് പറയും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജ്ഞാനമാണ്. അപ്പൊ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും കൂടെ പറയാം. അപ്പൊ നമ്മള് ജ്ഞാനത്തിൽ മനസ്സിലാക്കണം. എല്ലാം തുറന്നു പറയത്തില്ല. ഞാൻ ഏശയ്യാ പ്രവാചകനാണെന്നൊന്നും സാർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിന്റെ ഹിൻസ് തന്നു. അത് നമ്മള് നോക്കുമ്പോൾ സാറിന്റെ മുഖത്തൊക്കെ ഭയങ്കര പ്രകാശം പോലെയും അവിടെയുള്ള ആൾക്കാർ സാറിന്റെ മുഖത്തേക്ക് എന്തൊരു ചൈതന്യാണ്, അത് ഏശയ്യാ പ്രവാചകനാണ്, നിനക്ക് മനസ്സിലായില്ലേ അവര് ചോദിക്കും. അപ്പൊ നമ്മൾ ഹിൻസ് വെച്ചിട്ട് പലരുടെ അടുത്തും ചോദിക്കും, എന്താ സാറിങ്ങനെ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പൊ നിനക്ക് ജ്ഞാനം കുറവാ, നിനക്ക് ചെവിയില്ല. അപ്പൊ പിന്നെ അവര് ശുശ്രൂഷകരാണെങ്കിലും നമ്മളാണെങ്കിലും പറയും ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയും. അപ്പൊ സാറ് ഏശയ്യാ പ്രവാചകനാണെന്ന് പറയാതെ പറയുവാണ് സാറ്. അപ്പം സാറാണ് ഇത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം സാറിന്റെ ഒരു കാര്യമാണ്, സാറ് മരിച്ചു പോയതാണ്, ഒരിക്കൽ എവിടെയോ വീണ് മരിച്ചു. അപ്പം ഫോണിന്റെ അകത്ത് സിമ്മ് മാറ്റിയിരുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് സിമ്മ് മാറ്റിയിട്ടു. അതാണ് സാറ് ഏശയ്യാ. ഈ ശബ്ദം നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ട്. അതായത് ആദ്യം 1,44,000 നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ശബ്ദം നമ്മളെ കേൾപ്പിച്ചിട്ടാണ് കർത്താവ് ഇങ്ങോട്ട് വിട്ടത്. അപ്പം ആ ഇടയന്റെ സ്വരം തിരിച്ചറിയാന്ന് പറയില്ലേ, ആ സാറിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളെ ഇടയൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് വിശ്വസിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് നമ്മൾ ആത്മാവായിട്ടിരുന്നപ്പോൾ, ആ നക്ഷത്രമായിരുന്നപ്പോൾ കേട്ട ശബ്ദം നമ്മൾ വീണ്ടും ഓർത്താണ്. അതായത് ഈ യുഗങ്ങൾക്ക് മുമ്പേ നമ്മളുണ്ട്. കർത്താവിന്റെ ഒപ്പം തന്നെ ജനിച്ച ആത്മാക്കളാണ് നമ്മള്. ദാവീദിൽ നമ്മളുണ്ട്, ഏശയ്യായിൽ നമ്മളുണ്ട്. നമ്മുടെ DNA ആണതെല്ലാം. അപ്പൊ അവരിലുള്ള ശക്തിയെല്ലാം നമുക്കുണ്ട്. നമുക്ക് പ്രവചിക്കാൻ ശക്തിയുണ്ട്. എല്ലാ ഏശയ്യയുടെ സിം മാറ്റി ഇപ്പൊ വേറെ ആർക്കോ ആ സിം ഉണ്ട്. അതായത് ഏശയ്യയുടെ ശബ്ദം ഇപ്പോഴും അവിടെ ഉണ്ട്, വേറെ ആരിലൂടെയോ? അങ്ങനെയായിരിക്കുമോ? അല്ല, അത് സദ്വാർത്ത പറയാനായിട്ടൊരു ചേട്ടൻ അവിടെ ഉണ്ട്. ആ ചേട്ടൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. ഒരുത്തൻ ഉണ്ടായിരുന്നു, ഒരാൾ വന്നിരുന്നു, പോയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോ പറയണത്. സാറിന്റെ ഒരു സ്ഥാനം വേറൊരാൾക്കും കൊടുക്കില്ല എന്നാണ് എനിക്ക് തോന്നണത്. സാറാണ് അതെല്ലാം. പിന്നെ എല്ലാം റെക്കോർഡഡ് ആണ്. നമ്മൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് CD ആക്കി തരുന്നു, നമ്മുടെ ഫോണിൽ തരും, പെൻഡ്രൈവിലൊക്കെ തരും. അത് നമ്മളിവിടെ കേട്ടിട്ട് എല്ലാ കൊട്ടേഷൻസും എഴുതിയെടുക്കും. അതായത് സദ്വാർത്ത കഴിഞ്ഞാൽ ആ വചനങ്ങൾ ഫുള്ള് എഴുതണം. പക്ഷേ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ സ്വയം നമ്മൾ ചെയ്യണതല്ല. നമ്മള് എന്താ പറയാ, നമ്മള് മെന്റലി അവിടെ വെച്ചാല് ഒരു തെറ്റായൊരു ചിന്ത വരുമ്പോൾ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണം, അല്ലെ മാറണം എന്നൊരു ചിന്ത വരുമ്പോൾ പോലും വിശ്വാസത്യാഗമാണെന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരും. നമ്മളെ തന്നെയാണ് തടയുന്നത് അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാനൊക്കെ തടയുന്നത് നമ്മളെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു ഇമോഷണൽ ഇതിലാണല്ലോ ഇതെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഫുള്ള് കവേർഡ് ആണ്. അപ്പൊ നീ പോയാൽ നീ വിശ്വാസത്യാഗമാണ് ചെയ്യുന്നത്, നീ പോയാൽ നിന്റെ പുത്രത്വലബ്ധിയാണ് നീ നഷ്ടപ്പെടുത്തുന്നത്, നീ പോയി കഴിഞ്ഞാൽ നിന്റെ കടിഞ്ഞൂൽ അവകാശം നഷ്ടപ്പെടും. ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ വെച്ചിരിക്കല്ലേ ചുറ്റും. എല്ലാത്തിനും അവര് ക്ലോസ് ഇടുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും അവര് പലതിനും വചനം സാക്ഷ്യം വെച്ചിട്ട് അതിന് ചുറ്റും അപ്പൊ തന്നെ ഒരു കവറിങ്ങും വെക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും വെളിപ്പെടുന്നില്ല, കുറച്ചു പേർക്ക് മാത്രമേ വെളിപ്പെടുന്നുള്ളൂ, രഹസ്യമാണ്. പിന്നെന്തല്ലോ നമ്മളെ ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്യും. അതായത് നമ്മൾ വലിയൊരാളായി മാറി നമുക്ക് സ്വയം ഒരു അഹങ്കാരം തോന്നും, സ്വകാര്യ അഹങ്കാരം തോന്നും. അതായത് ഇത്രയും പേരുണ്ടായിട്ട് എന്നെ മാത്രമേ വിളിച്ചുള്ളൂ, എനിക്ക് മാത്രമേ ഇത് അറിയുള്ളൂ, മറ്റുള്ളവർക്ക് ഇത് അറിയാത്തോണ്ടാണ് അവര് വഴിതെറ്റി പോണത്. അപ്പം ഞാന് ദൈവത്തിന്റെ ഒപ്പമാണ്, ദൈവത്തിന്റെ ഒപ്പം ജനിച്ച നക്ഷത്രമാണ്.
നമ്മളിപ്പോ പ്രകാശാണ്. ഒരാളോട് ഈ സുവിശേഷം പറഞ്ഞ് അവർ സ്വീകരിക്കുന്നില്ലെങ്കിലും അവന് ചെവിയില്ല, നോ പ്രോബ്ലം. അവന് നമ്മൾ നമ്മുടെ ചെവിയില്ല. പണി ചെയ്തു. നമ്മളത് നമ്മുടെ പണി ചെയ്തു. കർത്താവിനെ അറിയാം. 1,44,000 പേരെ കൂട്ടാൻ കർത്താവിനെ അറിയാം. പക്ഷെ ദൈവത്തിന് മുമ്പിൽ നമ്മളത് ചെയ്തു. നമ്മൾ പറഞ്ഞു. പിന്നെ വെട്ടാൻ വന്നാലും നമ്മൾ നേരെ നിൽക്കും. അതായത് മറ്റുള്ളവരെ ആക്രമിക്കണം എന്നുള്ളൊരു ടെൻഡൻസി നമുക്ക് വരുന്നത്. നമ്മളെ ആക്രമിക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഗ്രേഡ് കൂടുകയാണ്. നമ്മൾ കൊന്നിട്ടാൽ കൊല്ലം മരണത്തിൽ പോലും ഭയമില്ല. വേറൊരാളെ പ്രകോപിപ്പിക്കാൻ നമുക്ക് മടിയില്ല. അവര് നമ്മളെ ആക്രമിക്കണം, വഴക്കുണ്ടാവണം. അത് നമ്മൾ അതെങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അതാണ് നമ്മുടെ മനസ്സിലുള്ള ടെൻഡൻസി. ഈ വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് അവിടുന്ന് വിവാഹാലോചനകളൊന്നും വരത്തില്ലേ? അങ്ങനെ അവിടുന്ന് പാടുള്ളൂ. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും വന്നില്ലേ ആ സമയത്ത്? ഇഷ്ടംപോലെ വന്നായിരുന്നു. ആരാണ് അങ്ങനെ വിവാഹാലോചനകൾ വെക്കുന്നത്? അവര് തന്നെയാണ് വെക്കുന്നത്? അവിടെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ചേച്ചിമാര്, കോർഡിനേറ്റർ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെക്കനുണ്ട്, കാണിച്ചും കൊണ്ട് വരട്ടെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി ഒരാളെ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചേക്കുമായിരുന്നു. എനിക്ക് വാക്ക് മാറ്റാനായിട്ട് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ മാരേജ് ചെയ്തത്. എന്റെ വിശ്വാസം അന്ന് വെച്ചാൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, അതായത് വിവാഹം കഴിഞ്ഞ ഭാര്യയും ഭർത്താവും ഒന്നാണല്ലോ. അപ്പൊ ഞാൻ വിവാഹം കഴിക്കുന്നവരെ എന്റെ ഭർത്താവും ഞാൻ ഒന്നാവും. അപ്പൊ കർത്താവിന്റെ അടുത്ത് ഞാൻ പറയും, അതായത് ഇങ്ങനൊരു വചനം അന്ന് എനിക്ക് കിട്ടിയ വചനം കേട്ടോ. അതായത് ഭർത്താവ് ഭാര്യ വഴിയും ഭാര്യ ഭർത്താവ് വഴിയും വിശ്വാസത്തിലേക്ക് വരും. ആരറിഞ്ഞു കർത്താവ് നിങ്ങളുടെ ഭർത്താവ് വരില്ലെന്ന് ആരറിഞ്ഞു? അതായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിശ്വസിച്ചെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിച്ച കർത്താവ് എന്തായാലും എന്റെ ഭർത്താവിനും കൂടെ ചേർക്കും. അപ്പം ഞാൻ അദ്ദേഹത്തുമായിട്ട് ഒന്നായല്ലോ. പിന്നെ രണ്ടാമത് എനിക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാറ് മരിച്ചല്ലോ. അപ്പൊ സാറ് മരിച്ചതാണ് എനിക്ക് അതിനകത്തൊരു വലച്ചിൽ വന്നത്. അതുവരെയും ഞാൻ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് താലി കെട്ടാൻ സമ്മതിക്കുക എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന പന്തലിൽ നിന്ന് ഇറങ്ങി പോരണം എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. നിലവിളക്കിന് മുമ്പ് നിൽക്കില്ല. എനിക്ക് ഇയാളെ ഇഷ്ടം, എന്നെ കല്യാണം കഴിക്കുന്ന ആളെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ താലി ഇടില്ല, പിന്നെ പൊട്ടുമിടില്ല, സിന്ദൂരം ഇടില്ല, അവരുടെ കൾച്ചർ ഒന്നും ഫോളോ ചെയ്യില്ല. അപ്പൊ ഞാൻ ആ കല്യാണത്തെ ദിവസങ്ങളിൽ ഒരുപാട് കരയുകയും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കാരണം ഞാൻ തെറ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു ഡിപ്രഷൻ മൈൻഡ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ ലൈഫിൽ. എനിക്ക് ഹസ്ബൻഡുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിൽ കിടക്കുന്ന ഇതാണ്. പക്ഷെ എനിക്ക് പുറത്തു പറയാൻ പറ്റത്തില്ലായിരുന്നു. ഈ പൊന്നാറയുടെ ധ്യാനത്തിന് പോയ മിക്കവരും, ഞാൻ പലരുമായിട്ട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ട്. ഈ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ മിക്ക ആളുകളും ഇപ്പോൾ വർഷങ്ങളായിട്ട് 2005 ധ്യാനത്തിന് പോയി, ഒരു 3 വർഷം ധ്യാനത്തിന് പോയ ഒരാളുണ്ട്. ആളിപ്പോ പറയുന്നത് ഈ എംബർ ഇമ്മാനുവൽ എന്താണോ പഠിപ്പിക്കുന്നത്, അതായത് ഇന്ന് ലേറ്റസ്റ്റ് പഠനം എന്താണോ അത് തന്നെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ കഴിഞ്ഞ കുറെ വർഷമായിട്ട് പോയിട്ടില്ല. 2006 or 2007 നിർത്തിയതാ. അതിപ്പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പൊ എത്ര വർഷം? 10-18 വർഷമായിട്ടും ആളുടെ പഠനം അത് തന്നെ. അല്ല, ബേസിക് അല്ലെന്ന് ഞാൻ പറയുന്നത്. അതിനേക്കാളും ഡീപ്പ് എന്ന് പറയുന്നത് ഇന്നത്തെ ലേറ്റസ്റ്റ് എംബറിന്റെ പഠനം പുള്ളി പറയുന്നു. കാരണം പുള്ളി ഇന്നത്തെ പഠനം അറിയണമെങ്കിൽ ഇന്ന് അവിടെ പോകണമല്ലോ. ഞാൻ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞതെല്ലാം പൊന്നാറ പഠിപ്പിച്ച സാധനങ്ങളാണ് പറയുന്നത്. അപ്പൊ 2014 വരെയുള്ള കാര്യങ്ങള്. പക്ഷെ ഇങ്ങോട്ട് പറയുന്നത് 2008 പോയിരിക്കുന്ന മനുഷ്യൻ പിന്നെ പൊന്നാറ എവിടെയൊക്കെ അപ്ഡേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ പൊന്നാറയുടെ ശിഷ്യന്മാരെ എവിടെയൊക്കെ അപ്ഡേറ്റ് ചെയ്തോ, ഇതെല്ലാം പുള്ളി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ആളിതൊന്നും അറിയുന്നില്ല. അപ്പൊ ഇതെങ്ങനെ ഈ ആത്മാവ് കണക്ട് ആവുന്നതെന്നുള്ളതാണ് എനിക്ക് കണക്ഷൻ ഇട്ട്. അതായത് തിയറി വെച്ചിട്ടുണ്ടല്ലോ, നമുക്കൊരു മാത്സിന്റെ ഇക്വേഷൻ തന്നാൽ അതിന്റെ കൺക്ലൂഷൻ എന്താന്ന് നമുക്കറിയാലോ. അപ്പൊ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് വെച്ചിട്ട്. സ്ഥിരം റെഗുലർലി വചനം വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് വായിച്ച് അവര് പോകുന്ന അതേ ഇക്വേഷനിലേക്കാണ് ഇവരും പോകുന്നത്. യാതൊരു വ്യത്യാസം. അത് ആത്മാവ് അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട് ശരിക്കും കറക്റ്റ് ആയിട്ട്. അവിടെ ചെല്ലുമ്പോ തന്നെ ആത്മാവുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ ആത്മാവ് ഇവൻ പുറത്തു പോയാലും ആ ആത്മാവിൽ തന്നെ പോകുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 1,44,000 പേരാണ് നിൽക്കുന്നത്. അങ്ങനെ ആയിരിക്കില്ല. അതിൽ കൂടുതൽ പേര് ഇതിനകത്ത് വഴി തെറ്റുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻസ് എല്ലാം അവര് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നാണ് നമുക്ക് പുറത്ത് ചാടേണ്ടത്. ഒരു പരിധി വരെ അതിൽ നിന്ന് പുറത്ത് ചാടിയോ എന്തെങ്കിലും കാര്യത്തില്? സാറേ, പൊന്നാറ് സാറ് മരിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായപ്പോ ഞാന് കണക്റ്റഡ് ആയത് മൊത്തവും ഇമ്മാനുവലുമായിട്ടല്ല, യേശുവായിട്ടാണ്. ശരിക്കും എമ്മാനുവൽ എന്നൊരു വാക്ക് ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഒറ്റ വാക്കാണത്.
അതെ, എനിക്ക് ഡൈജസ്റ്റഡ് ആവാത്ത ഒരു കൊട്ടേഷൻ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നാറ സാറ്. അതായത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാല് ഒരിക്കൽ തറയ്ക്കപ്പെട്ടവനാണ്, അവനിൽ രക്ഷയില്ല എന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു. അതെന്റെ മനസ്സിൽ ഭയങ്കര ഒരു ഭാരമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ എന്റെ മനസ്സിൽ നിന്ന് പോയത്. അതായത് ഇപ്പൊ രണ്ടാമതൊരാൾ വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഇടയിലുണ്ട്, ആ ഒരു അന്വേഷണം അന്നുണ്ടായിരുന്നു. പക്ഷെ കുരിശിൽ മരിച്ച കർത്താവ് പിന്നെ ഒരിക്കലും ആ കർത്താവിന് ജനിക്കേണ്ടതോ അല്ലെ നമ്മളെ തേടി വരേണ്ടതോ ആയിട്ടുള്ള ആവശ്യം. വെളിപ്പാട് പുസ്തകത്തിലൊരു വചനമുണ്ടല്ലോ, ഞാൻ മരിച്ചവനാണ് എന്നാൽ ഞാൻ ജീവിക്കുന്നു. അതെ, അവിടം വരെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഒരിടയ്ക്ക് എനിക്കിത് ഭയങ്കര ഇത് ഇടയ്ക്ക് ഉണ്ടെന്നുള്ള വന്നെന്നുള്ളേ. പക്ഷെ പിന്നീട് ഒത്തിരി വചനങ്ങൾ പുള്ളി എതിരാണ് പറയുന്നത്. അതായത് ആ ശരീരത്തിൽ മരിച്ച ആത്മാവിൽ പാതാളങ്ങളിൽ ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചാണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ക്രിസ്തു ശരീരത്തിൽ മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്ന മുഴുവൻ ബ്ലണ്ടേഴ്സ് ആണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് മെയിൻ ആയുധം ഇമോഷനാണ്. എന്നുണ്ടല്ലോ സാർ, നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. എന്ന് വെച്ചാല് എവിടെയാണ് രക്ഷ എന്നല്ലേ അന്വേഷിക്കുന്നത്. അപ്പം മോശമായ എന്തെങ്കിലും അനുഭവങ്ങൾ വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒത്തിരി പേരൊക്കെ ഇങ്ങനെ തെറ്റായത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇന്നുവരെ ഞാൻ പലയിടത്തും ഈ ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ളൊരു ആരോപണം അതിന്റെ അകത്ത് നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിന്റെ അകത്തുള്ളൊരു സ്പ്ലിറ്റ് ആവും. അപ്പൊ അവർ നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആരോപണം ശരിയല്ല എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനൊരു സാധനം ഓക്കെ, ഇപ്പൊ വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്, വിവാഹം ഇനി ഇതും കൂടി നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരാള് വിവാഹം കഴിച്ച ഒരാൾ അവിടെ വന്നു, ഭാര്യ മാത്രമേ ഈ കാര്യം വിശ്വസിച്ചു, അത് കണ്ടിന്യൂസ്ലി ഇത് വരുന്നു. അപ്പൊ അവരെന്ത് പറയും? ഡൈവേഴ്സ് ചെയ്യാൻ പറയുമോ? അതല്ല, അത് നമ്മൾ തന്നെ ചെയ്യുന്നത്. അവരൊന്നും പറയുന്നില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ ഹസ്ബൻഡ് വിജാതീയനോ അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആളാണ്, ദൈവമകനല്ലല്ലോ. അല്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ കണക്ട് ആവില്ല. നമ്മുടെ വിശ്വാസം ഉള്ള ഒരാളുമായിട്ടേ ഉള്ളൂ. അപ്പം ഇയാളുമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുകയും ഒരു കുഞ്ഞു വരികയും ചെയ്തു കഴിഞ്ഞപ്പോ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള അവിശ്വാസിയുമായിട്ട് അവിശ്വാസമായിട്ട് ഇത് അറിയുന്നതിന് മുമ്പാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ ഒന്നും പറ്റിയല്ല. അറിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞിനെ നമ്മൾ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കുഞ്ഞെത്തിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ തന്നെ ഉപേക്ഷിക്കണം. അതങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? അതെയോ നമുക്ക് തോന്നുന്നതാണോ? അങ്ങനെ നമ്മൾ അത് ചെയ്യുന്നതാണ്, അവര് പഠിപ്പിക്കുന്നതല്ല. നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കുന്നോ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നോ പറയല്ലേ, ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ ബാക്കി ചെയ്യും. അതായത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് തരും, സ്വാഭാവികമായിട്ടും അതിന്റെ ഇത് കംപ്ലീറ്റ് ആവും. അതെ, അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കും. അത് പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ഈ കൂടെയുള്ള ചേച്ചിമാർ ഇതിനെ കുറിച്ച് പറയോ? മോളെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടോ? എല്ലാരും സെയിം ആണ്. എല്ലാവരും ജ്ഞാനം അന്വേഷിച്ച് ജ്ഞാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാ. അല്ല, അവിടെ ഈ ഇപ്പൊ ശുശ്രൂഷകരായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇവര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ അവർക്ക് ഈ ഇപ്പൊ ഞാൻ പറയാം, പ്രകാശത്തിന്റെ ജ്ഞാനത്തിലാണ് ക്ലാസ്സിലാണ് നമുക്ക് പ്രകാശം എന്താണ്, വചനം എന്താണെന്ന് അറിയുന്നത്. അപ്പോഴത്തേക്ക് നീ ഏതുവരെ സദ്വാർത്ത കഴിഞ്ഞുള്ളോ? ഓക്കെ, ചെവിയുള്ള കേൾക്കട്ടെ. എന്തെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ നിന്ന് വീണ അവർക്ക് പറയാൻ അവകാശമില്ല. ഈ സദ്വാർത്തയുടെ അല്ലെ പ്രകാശത്തിന്റെ ക്ലാസ് എടുക്കുന്ന ആൾക്ക് മാത്രമേ ഇതെല്ലാം വെളിപ്പെടുത്താൻ അവകാശമുള്ളൂ. അപ്പൊ നിങ്ങൾ പരസ്പരം സംസാരിക്കില്ലേ ഈ കാര്യങ്ങളൊന്നും? ഇല്ല, സംസാരിച്ചാലും അവര് പറയില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജ്ഞാനത്തിന്റെ ക്ലാസ്സിൽ പറയും, ജ്ഞാനത്തിന്റെ കാര്യം നിങ്ങൾ മാത്രം, അടുത്ത മക്കൾ വരട്ടെ, അപ്പൊ അവരോട് ഈ സ്വരമാണ് സംസാരിക്കേണ്ടതേ. എല്ലാവരും ഓരോ ക്ലാസ്, ഇപ്പൊ 1-ാം ക്ലാസ്സിലെ ക്ലാസ് 2-ാം ക്ലാസ്സിലെ ക്ലാസ് 1-ാം ക്ലാസ്സുകാർക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലത്തെയാണ്. ക്ലാസ്സാണ്. ജ്ഞാനം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. ശുശ്രൂഷ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഹെൽപ്പുകൾ അല്ലേ? ആ ഹെൽപ്പുകൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരം താമസിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യുക, ആ കൂടാരത്തിനകത്ത് കയറുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാത്റൂം കഴുകുക, മുറ്റടിക്കുക, സെക്യൂരിറ്റി നിൽക്കുക, ഇതൊക്കെയല്ലേ ശുശ്രൂഷ ഉദ്ദേശിക്കുന്നുള്ളൂ. അതെ, അതല്ലാതെ ടീച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ. ഇപ്പം നമുക്ക് ഓഫീസിനുള്ളിൽ ചെന്നാൽ ടൈപ്പിംഗ് അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാം, സാറിന് കൊട്ടേഷൻസ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ കൂടാം, അല്ലെങ്കിൽ സാറിന്റെ അടുത്ത് പോവാ, സാറിനെ കാണാൻ പോവാ, അങ്ങനെയൊക്കെ. അവിടെ സ്ഥിരം താമസിച്ചിട്ടുണ്ടോ കുറെ കാലം? ഞാന് ധ്യാനത്തിന്റെ ടൈമിൽ മാത്രമേ താമസിച്ചിട്ടുള്ളൂ. ഒരു 5-6 ദിവസം ഉണ്ടാവും ധ്യാനം. അപ്പം സാറിനെ കണ്ട്, സാറ് ആദ്യം എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ധ്യാനം കൂടുന്നതിന്റെ ഇടയ്ക്ക് നിന്ന് എന്നെ വിളിച്ച് ഉദാഹരണങ്ങളൊക്കെ എന്നെ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ ഞാന് സാറ് കൂടുതൽ ലിറ്റി എന്ന് പറഞ്ഞ ചേച്ചി തന്നെ സാറിന്റെ ഒരു ശുശ്രൂഷകയായിരുന്നു.
കൂട്ടത്തിലുള്ള ചേച്ചിയാണ്. സാറിന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് സാർ എന്റെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, നീ എന്റെ അപ്പന്റെ മോളാണ്, എനിക്ക് നിന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞു നെറ്റിയിലൊരു ഉമ്മ തന്നു. ഒരു അച്ഛനെ പോലുള്ള ഒരു കെയറിങ് ആയിരുന്നു പിള്ളേരുടെ നമ്പറൊക്കെ എഴുതി തന്നു, എപ്പോ വേണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ കാലത്ത് നിഷ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടില്ലേ അവിടെ? ആ നിഷ ചേച്ചി അവിടുത്തെ ഒരു ശുശ്രൂഷയായിരുന്നു. ആ ചേച്ചിനെയൊക്കെ കണ്ടപ്പോ അങ്ങനെ എനിക്കിപ്പോ ഇവിടുന്ന് പോയാ ഇവിടെ പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ നടത്തിയിരുന്ന ചേച്ചി, ഷൈനി എന്ന് പറഞ്ഞ ചേച്ചി ഫാമിലി ആയിട്ട് അവിടെയായിരുന്നു. അതായത് സിയോണിൽ പോയിട്ട് സ്ഥലം വാങ്ങി അവിടെ താമസിക്കായിരുന്നു. അപ്പം എന്റെ കൂട്ടായ്മയിലുണ്ടായിരുന്ന ചേച്ചിയാണ്. അപ്പൊ ആ ചേച്ചിയാണ് നിഷ ചേച്ചിയെ കുറിച്ച് എന്നോട് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ആ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് സാറുമായിട്ട് ഒന്നിച്ച് അവര് താമസിച്ചത്. ഇപ്പൊ ഉണ്ടായ കുട്ടി നിഷ ചേച്ചിയുടെ കുട്ടിയാണ്, സാറിന്റെ കുട്ടിയാണ്. അതായത് ദാവീദ് ജനിക്കുമല്ലോ, ദാവീദ് അല്ലെങ്കിൽ ആദം അവസാനത്തെ മനുഷ്യൻ ജനിക്കുമല്ലോ. അപ്പം ദാവീദിനെ ജനിപ്പിക്കാൻ ശ്രമിച്ചതാണ്, ദാവീദിനി ആയി പോയി എന്ന് സാർ ഒരിക്കൽ പറഞ്ഞു. ക്ലാസ്സിൽ പറഞ്ഞു, എനിക്കതൊന്നും മനസ്സിലായില്ലായിരുന്നു. സാറ് ചേച്ചി പറഞ്ഞു, ഷൈനി ചേച്ചി പറഞ്ഞു, ഒരിക്കൽ സാറ് ദാവീദിനി ആയി പോയി എന്ന് പറഞ്ഞില്ലേ, ആ ദാവീദിനെയാണ് ഇപ്പോഴത്തെ മാതാവെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് നിഷ ചേച്ചിയുടെ സാറിന്റെയും കുട്ടിയാണത്, ഞങ്ങൾ പ്രസവിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികളെ ജനിപ്പിക്കാൻ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. സാറുമായിട്ട് ഇഷ്ടത്തിലുണ്ടായിരുന്ന സ്ത്രീയാണെന്നാണ് ഇവര് പറയണത്. ആ ചേച്ചി അവിടുന്ന് പോന്നു. അതുകൊണ്ടാണല്ലോ എന്നോട് ഇത് തുറന്നു പറഞ്ഞത്. അല്ലെ എന്നോട് പോന്നതിന് ശേഷം പറഞ്ഞു. അവര് പോരാൻ തന്നെ കാരണം ഈ കുട്ടീനെ മാതാവാക്കിയതാണ്. കുട്ടീനെ മാതാവാക്കി, മാതാവ് ജനിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ മാതാവ് വന്നു, മാതാവാണ് ഈ കുട്ടി എന്നാണ് പറയണത്. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പുരുഷനായിട്ട് വരുന്നത് സ്ത്രീയായിട്ട് ജനിച്ചുകൊണ്ട് ആണെന്നൊക്കെയാണ്. അത് ഞാൻ ഈ സെയിം സാധനം ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിന്റെ ഇടയ്ക്ക്. പക്ഷെ പലതും മനസ്സിലാവുന്നില്ല. ദാവീദ് ജനിപ്പിക്കാൻ ശ്രമിച്ചാണ്, അത് ദാവീദിനെ ആയിപ്പോയി എന്ന് സാറ് പറഞ്ഞു. ഇതിന്റെ അർത്ഥം എനിക്ക് അത് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് കേട്ടിട്ടുണ്ട്. അത് ഓരോ വാക്കും നമ്മൾ എഴുതി വെക്കുകയും മനസ്സിൽ തന്നെ ഉണ്ട്. സാറ് പറഞ്ഞ എല്ലാ കാര്യവും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. പറഞ്ഞത് ഇതാണെന്നാണ് ചേച്ചി വ്യാഖ്യാനിച്ചത്. ആ ചേച്ചി വ്യാഖ്യാനിച്ചതാണ്. എനിക്കന്ന് മനസ്സിലായില്ലായിരുന്നു. അതെന്താ അങ്ങനെ ഒരാളോട് നമ്മൾ ഡൗട്ട് ചോദിച്ചാൽ അവര് പറയും ചെവിയുള്ളവൻ കണ്ടിട്ടുണ്ട്. ചേച്ചി അവിടെ ഉണ്ട്. സാറിന് പകരം ഇപ്പൊ ചേച്ചിയാണ്. ഒരു സ്ത്രീ വോയിസ് ഞാൻ കേട്ടു. അവിടെ ഒരു സിസ്റ്റത്തിലിട്ട് അവരുടെ സൗണ്ടാണ് കേട്ടു. ആ കൂട്ടായ്മയിൽ ഫുള്ള് അവരുടെ ക്ലാസ്സാണ്. അവരവിടെ വരില്ല. ഓരോ സ്ഥലത്തെ കൂട്ടായ്മകളിലേക്കും ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കും. അയച്ചു കൊടുക്കും. കല്യാണം ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ മക്കളെ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ പിരിയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ തന്നെയാണ് ഇത്. കാരണം ഈ തിയറി കിടക്കുവാണല്ലോ, കാരണങ്ങളും ഉണ്ടാക്കി. ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഭർത്താവിനെ മിണ്ടാത്ത ആൾക്കാരുണ്ട്. എന്ത് കാരണത്താണ് മിണ്ടാത്തെന്ന് ചോദിച്ചാൽ വിശ്വാസിയല്ല. ഒരു ഓൾറെഡി അങ്ങനെ ഒരു പിണക്കം വരേ. നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവരുമായിട്ടൊന്നും ഒരു കണക്ഷൻ ഇല്ല. എന്റെ ഫ്രണ്ടിന്റെ കേസ് എനിക്കറിയാം. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതും പറഞ്ഞത് അവിടെ അങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ള പക്ഷെ പഠനത്തിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെയാണല്ലോ അത് ഒരു പരിധി വരെ. ഓപ്പണായിട്ട് പറയില്ല ഉപേക്ഷിക്കാൻ, പക്ഷെ സ്വാഭാവികമായിട്ട് സംഭവിക്കുമല്ലോ. അല്ല, ഈ വോയിസ് പബ്ലിക് ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? എനിക്ക് തടസ്സമൊന്നുമില്ല. ഞാൻ പഠനങ്ങൾ ഇതാണ് എന്നുള്ള സംഭവങ്ങളുടെ ഒരു സംഭവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പഠനങ്ങളിലല്ല സാർ. അവര് ചീത്തയായിട്ട് മോശപ്പെടുത്തി ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ തിയറി ഇതാണ്. ഈ തിയറി മതി. ഈ തിയറിയാണ് ശരിക്കും മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ തിയറി. കാരണം ഇത് ഫുൾ ഇമോഷണൽ ആണ് ഇതിന്റെ കണ്ടന്റ്. ആ ഇമോഷൻ വെച്ചിട്ട് ഒരാളെ ഡിപ്രഷനിലേക്ക് തുടങ്ങി അങ്ങേയറ്റം വരെ. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് പൂർണ്ണമായിട്ടുള്ള വിരക്തിയാണ് വരുന്നത്. അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു സംഭവത്തിനാണ് കുട്ടികള്, പെൺകുട്ടികളാണെങ്കിൽ അവര് പഠിത്തം ഉപേക്ഷിക്കും. അവർക്ക് പിന്നെ പഠിക്കേണ്ട താല്പര്യം തോന്നത്തില്ല. അവര് ഫുൾ ശുശ്രൂഷ ഇങ്ങോട്ട് കൊടുക്കാനേ താല്പര്യപ്പെടുത്തുള്ളൂ. അപ്പൊ ജോലി കാര്യങ്ങളൊക്കെ വേണ്ടേ? ഇപ്പൊ ജോലി ഉള്ളവർ ചെയ്യും, പിന്നെ അവിടുത്തെ ശുശ്രൂഷകരായിട്ട് തുടരും. അപ്പൊ ഫിനാൻസ് കാര്യങ്ങൾ എങ്ങനെ നടക്കും അവിടുത്തെ കാര്യങ്ങള്? അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ അത് കൂടുതൽ ഡെഡിക്കേഷന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് അവിടെ താമസിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ നടക്കുക? അപ്പൊ താമസിക്കുന്നവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൂടാരത്തിരുന്നാളിനൊരു, അതായത് നമ്മുടെ സമ്പാദ്യം
വിധവയുടെ കാണിക്ക പോലെ സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്റെ കയ്യിൽ ഒരു കൂടാരത്തിരുന്നാളിന് വേണ്ടി ഒരു ബോക്സ്, കൂടാരത്തിരുന്നാളിന് വേണ്ടി ഓരോ കുട്ടികളും ചില്ലറ പൈസ വരെ ഇട്ട് വെക്കണം എന്ന് പറയാറുണ്ട്. വലിയൊരു തുക കൂടാരത്തിരുന്നാളിന്റെ അന്ന് ഇവിടെ സംഭാവനയായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നിക്ഷേപമായിട്ട് കിട്ടും. ഓരോരുത്തർക്കും ഓരോ ബോക്സ് തരും. ബോക്സ് തരുമല്ല, നമ്മൾ സ്വയം ഇട്ട് വെക്കും. മുഴുവൻ എണ്ണ പോലും ചെയ്യാതെ ഞങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അതുപോലെ എണ്ണത്ത് പോലും ഇല്ല. ദൈവത്തിന് കൊടുക്കും, നമ്മൾ എണ്ണ ഒറ്റപ്പെടുത്തണ്ടല്ലോ. ഇഷ്ടംപോലെ ഉണ്ടാവും. ചിലര് സ്ഥലങ്ങൾ കൊടുക്കുന്നവരുണ്ട്, അവിടെ സ്ഥലം വാങ്ങിയിട്ട് വീട് വെച്ചിട്ട് കൊടുക്കുന്നവരുണ്ട്. എങ്ങനെ വേണേലും. ചിലപ്പം സമ്പാദ്യം മുഴുവൻ കൊണ്ട് കൊടുക്കാനും മതി. എന്ന് വെച്ചാല് അവിടെ ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു ഇടവോ പോരെ. അപ്പൊ ഞാൻ ഇവിടുത്തെ സ്ഥലമെല്ലാം വിറ്റിട്ട് അവിടെ സ്ഥലം മേടിക്കാൻ അവിടെ കാശ് കൊടുക്കുന്നു. എനിക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ ഫുഡ് വെച്ച് കഴിക്കാനോ അതേ കോമൺ ആയിട്ടാണോ ഫുഡ്? അവര് കോമൺ ആയിട്ട് ഫുഡ് തരും. മിസ്സാണ്. അവിടെ വിളമ്പാൻ ആൾക്കാരുണ്ട്, ഫുഡ് വെക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഡെയിലി അത് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും ഈ ക്യാമ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡുണ്ട്. ധ്യാനമുള്ള ദിവസങ്ങളിലെല്ലാം ഉണ്ട്. സെക്കൻഡ് സാറ്റർഡേ ഉപവാസ സമയത്ത് ബ്രെഡ്, ചായ, അങ്ങനെ ഉപവാസമുള്ള ദിവസമാണെങ്കിൽ. പിന്നെ നമ്മൾ ദൈവത്തിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ ലൈഫ് ഫുള്ള് ദൈവത്തിന്റെ സ്ഥലം അതാണല്ലോ. അപ്പൊ നമ്മൾ അവരുടെ നടത്തിപ്പിന് വേണ്ടിയൊക്കെ കൊടുക്കുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതാണ്. അപ്പൊ എന്റെ മനസ്സിൽ അന്നുണ്ടായിരുന്ന സമയം എന്ന് വെച്ചാല് ഇത്തിരി കാശുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും കൊടുക്കണം എന്നാ. ഞാൻ എന്റെ കമ്മല്, മാല, വളൊക്കെ ഊരിയായിരുന്നു. ഒരു കൊന്ത മാത്രമേ ഇട്ടിരുന്നു. ഇല്ലില്ല, നമ്മൾ ആ ഡെഡിക്കേഷൻ, അതായത് ഇത് വിശ്വസിച്ചു. അതുപോലെ കൊന്ത, മാല, ഭംഗിയുള്ള വസ്ത്രങ്ങൾ, ഇതിനകത്തൊന്നും ഒരു കഥയില്ല. നമ്മൾ ദൈവത്തിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നേ. സ്വാഭാവികമായിട്ടും ഒരു പെന്തക്കോസുകാരി എന്ത് ചെയ്യുന്നേ അതുപോലെ ചെയ്യും. അവിടെ അലൗഡ് ആയിട്ടുള്ളത് ജപമാല മാത്രമാണ് കഴുത്തിലിടാൻ. ഇല്ല, പൊട്ട് തൊടില്ല, കണ്ണെഴുതില്ല, അലങ്കാരങ്ങളൊന്നുമില്ല. ഏറ്റവും വൃത്തിയുള്ള, ഭംഗിയുള്ള എന്ന് വെച്ചാൽ എല്ലാം മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങള്. പിന്നെ കളേഴ്സിനോട് താല്പര്യമുണ്ട്. അതായത് റെഡ്, വൈറ്റ്. അതെ, ആ കളറിനോട് ഭയങ്കര ഗ്രീൻ ആണല്ലോ എല്ലായിടത്തും. എല്ലാം ഗ്രീനാണ്. ഭൂമിയുടെ കളർ തന്നെ ഗ്രീനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ വന്നത്. ശരി. അപ്പൊ ഓരോ കളറും ഇപ്പൊ നീല, മറ്റേ ആകാശത്തിന്റെ നീലയായിരിക്കും മാതാവിന്റെ ആയിരിക്കാം. പിന്നെ മേലങ്കിയുടെ നീല മേലങ്കിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മേലും കിട്ടിയതായിരിക്കും. റെഡ് കർത്താവിന്റെ കളറാണ്. അത് ചുമന്ന മേലങ്കി രക്തത്തിന്റെ ആയിരിക്കും. ഈ പഠിപ്പിക്കല് ഇമോഷണലി നമ്മളെ ഇങ്ങനെ ഇതാക്കുന്നതും നമുക്ക്. അല്ല, ഈ ഒരു തിയറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്ലണ്ടർ ആണ് ഒന്നാമത്തെ കാര്യം. ഇനി ഈ തിയറി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിമത്തമാണ് പോകുന്നത്. അന്ന് ഒത്തിരി പേരുണ്ടോ ആ സമയത്ത്? ഒരു 10,000-10,000 പേരൊക്കെ ഉണ്ടോ? ഇന്നിപ്പോ എന്തായാലും ഒത്തിരി ആളുകളായിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് കൂടാരത്തിരുന്നാളുടെ വീഡിയോ ഒക്കെ കാണുമ്പോ ഓരോ കളേഴ്സും ഓരോ സംഭവങ്ങളും ഭയങ്കര ലക്ഷോദേശമായിട്ട് നടക്കും. ഓക്കെ, എനിവേ എന്തായാലും സിസ്റ്റർ വിളിച്ചതിൽ സന്തോഷം. കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി. കുറെ കാര്യങ്ങൾ നമുക്കറിയാവുന്നത് തന്നെ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇപ്പൊ ഈ വീഡിയോസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശമേ ഉള്ളൂ. ഇത് ഈ അബദ്ധ സിദ്ധാന്തത്തിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ പെട്ടുപോകും. എന്നാൽ നമ്മൾ ഇതാണ് അവിടെ പഠിപ്പിക്കുന്നത് പറയുമ്പോൾ കുറച്ചൊക്കെ ബോധ്യം വരും. എന്തായാലും വോയിസ് പബ്ലിക് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ പേര് വെക്കില്ല, പേരും കാര്യങ്ങളും ഞാൻ ഹൈഡ് ചെയ്തേക്കാം. ഈ പേരും പേഴ്സണൽ ഡീറ്റെയിൽസും ഞാൻ ഹൈഡ് ചെയ്തേക്കാം. അതല്ലാതെ വോയിസ് വെക്കുന്നതിന് വേണ്ട. എന്റെ പേരും പേഴ്സണൽ ഡീറ്റെയിൽസും പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. അല്ല, ഇനി അത് പേഴ്സണലി നിങ്ങളുടെ ഫാമിലിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടാനുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ഈ തിയറീസിന്റെ മാത്രമല്ല, അവരുടെ ഇമോഷൻസ്, പിന്നെ അവര് പെരുമാറുന്ന രീതികള്, എല്ലാത്തിനും എതിരായിട്ടുള്ള രീതികള്, ഇതൊക്കെ. ഒരു കൊലപാതകം ചെയ്യാൻ പോലും. പിന്നെ ഈ പുറത്തുപോയ ആൾക്കാർ ഭയങ്കര ശത്രുക്കളാട്ടോ. ഇപ്പൊ എന്നെയൊന്നും കണ്ട ആരും മിണ്ടത്തൊന്നുമില്ല. ദൈവത്തിനെതിരെ നിൽക്കുന്ന ആളായിട്ടാ ശത്രുവായിട്ട് തന്നെ കാണുന്നത്. അതെ. സാത്താന്റെ സന്താനം അങ്ങനെയായിരിക്കും വിശേഷിപ്പിക്കുക. അതെ. അപ്പൊ ഓക്കെ സിസ്റ്റർ, എന്തായാലും താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.